നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്ന പള്ളുരുത്തിയിൽ നിന്നും അമൃതലാൽ KV. ഞാൻ കൊച്ചി കോർപ്പറേഷൻ 14 ഡിവിഷനിലാണ് താമസിക്കുന്നത്. എനിക്ക് 64 വയസ്സുണ്ട്. ഇവിടെ താമസം തുടങ്ങിയ നാൾ മുതൽ പൊതു ടാപ്പിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത്. കഴിഞ്ഞ വർഷം സർക്കാരിന്റെ സൗജന്യ കുടിവെള്ള പദ്ധതിയായ അമൃത പദ്ധതിയെപ്പറ്റി അറിയുകയും 14 ഡിവിഷൻ കൌൺസിലർ വഴി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം കരുവേലിപ്പടി വാട്ടർ അതോറിറ്റിയിൽ MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന അവലോകന യോഗത്തിൽ എന്നെ വിളിക്കുകയും സൗജന്യ കുടിവെള്ള കണക്ഷൻ പാസ്സായതായി അറിയിക്കുകയും ചെയ്തു. ഇതേ പദ്ധതി പ്രകാരം എന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കണക്ഷൻ ലഭിച്ചു. എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് കണക്ഷൻ ലഭിച്ചിട്ടില്ല. പ്രായാധിക്യം മൂലമുള്ള അവശതകൾ കൂടാതെ പലതരം രോഗങ്ങളും എനിക്കുണ്ട്. ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് പൊതു ടാപ്പിലേക്ക് പമ്പിംഗ് ഉള്ളത്. അതും 4 മണിക്കൂർ മാത്രമാണ് വെള്ളം വരുന്നത്. അതിനാൽ എനിക്ക് പാസ്സായ സൗജന്യ പൈപ്പ് കണക്ഷൻ എത്രയും വേഗം അനുവദിച്ചു കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അമൃത് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സൗജന്യ കുടിവെള്ള പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടും സൗജന്യ പൈപ്പ് കണക്ഷൻ ലഭിക്കാത്തതിനെ കുറിച്ച് നിയമവേദി വാട്ടർ അതോറിറ്റി കരുവേലിപ്പടി സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമ D നായരുമായി സംസാരിച്ചിരുന്നു. അതേ തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിന് ശേഷം നിയമവേദിയോട് വ്യക്തമാക്കിയ വിവരങ്ങൾ ഇതാണ്. അമൃത പദ്ധതിയിൽ പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്നത്. അതിന് നമുക്ക് 6 മാസത്തോളമാണ് കാലാവധി ഉള്ളത്. അതായത് പദ്ധതി ഇപ്പൊ തീരുന്നതല്ല, 6 മാസത്തോളം അതിന് ദൈർഘ്യമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കണക്ഷൻ കൊടുത്തെങ്കിലും ഇദ്ദേഹം താമസിക്കുന്ന ഇടവഴിയിലേക്ക് ഇദ്ദേഹത്തിന്റെ മാത്രം കണക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊരു 60 മീറ്ററോളം മെയിൻ ലൈനിൽ നിന്ന് ചെറിയ പൈപ്പ് വലിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് കണക്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അപ്പൊ അവിടെ 5-6 കണക്ഷൻസ് ഓൾറെഡി എക്സിസ്റ്റിംഗുമാണ്. അപ്പൊ അത് കുഴിച്ച് അത്രയും ലെങ്ത് ഇടുന്നത് കൊണ്ടുള്ളൊരു സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട് സംസാരിച്ചിട്ട് ചെയ്യാനായിട്ടാണ് പ്ലംബേഴ്സ് ആ സമയത്ത് അത് ചെയ്യാതിരുന്നത്. പക്ഷെ പദ്ധതി നമുക്ക് 6 മാസം ദൈർഘ്യമുള്ളതാണ്. ഓരോ ഏരിയ തീർത്തു നമ്മൾ വരുന്നു. പദ്ധതി ഇപ്പൊ ഉടനെ തീരുന്നതല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിക്കുകയും ഉടനെ തന്നെ കണക്ഷൻ നൽകാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്ഥലത്ത് വെള്ളം കിട്ടണമെങ്കിൽ ഇദ്ദേഹം ഒരു താഴെ ഒരു കളക്ഷൻ സമ്പ് വെച്ചിട്ട് പമ്പിംഗ് ഉള്ള സമയങ്ങളിൽ വെള്ളം കളക്ട് ചെയ്ത് ബാക്കി സമയങ്ങളിൽ ഉപയോഗിച്ചാൽ ഇദ്ദേഹത്തിന് വെള്ളം ലഭ്യത നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ. ഈ മറുപടി പ്രകാരം പരാതിക്കാരന്റെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. കത്ത് ഇപ്രകാരമാണ്. എന്റെ മകൻ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നോക്കുകയാണ്. വിവാഹിതനും 2 പെൺകുട്ടികളുടെ പിതാവുമാണ് മകൻ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നതിൽ നിന്നും ദൂരെയാണ്. ഇളയ മകളുടെ വിവാഹശേഷം കടബാധ്യതയിൽ വീടും സ്ഥലവും നഷ്ടമായി. സ്വത്തിന്റെ അവകാശമായി മകനൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മകന് ഒന്നും നൽകിയിട്ട് കടം വീട്ടിയതിൽ ബാക്കിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി എന്റെ മകൻ എന്നെ ഒന്ന് കാണാൻ വരികയോ എന്റെ വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. 70 വയസ്സുള്ള വൃക്കരോഗി കൂടിയാണ് ഞാൻ. ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാനിപ്പോൾ. വാടക വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. ഡോക്ടറെ കാണാൻ പോകുന്നതും തനിച്ചു തന്നെ. ഇതിനിടയിൽ പല പ്രാവശ്യം ഞാൻ മകനെ കാണുന്നതിനു വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും മകൻ കാണാൻ കൂട്ടാക്കുന്നില്ല. മകൻ എനിക്ക് 9,000 രൂപ മാസം തരുന്നുണ്ട്. 4,000 രൂപ വാടക ഇനത്തിലും 5,000 രൂപ മരുന്നിനും മറ്റു ചിലവുകൾക്കും. ഏതാനും ദിവസം മുൻപ് മകനെ കാണുന്നതിനു വേണ്ടി ഞാൻ മകന്റെ വീട്ടിൽ ചെന്നിരുന്നു. എന്നാൽ മകന്റെ ഭാര്യയെ ഒരു മുറിയിൽ അടച്ചിട്ട ശേഷം എന്നെ അസഭ്യം പറയുകയും ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു. എന്റെ പേരക്കുട്ടികളെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്നും ഓടിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അടുത്ത വീട്ടിലുള്ളവരാണ് എനിക്ക് ഭക്ഷണം തന്നത്. എന്നെയും കൂടി സംരക്ഷിക്കാൻ കഴിവുള്ള എന്റെ മകൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ വല്ലാത്ത മനോവിഷമത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. എന്റെ മകന്റെ കൂടെ നിൽക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം എനിക്ക് ലഭിക്കുമോ? ഈ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് നിയമപരമായ ഒരു പരിഹാരം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകയായ ബിന്ദു ശ്രീകുമാറാണ്. അവരുടെ വാക്കുകളിലേക്ക്. വായിച്ച എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത് ഒരു വയസ്സുകാലത്ത് ഏകാന്തത അനുഭവിക്കുന്ന ഒരു അമ്മയുടെ വിഷമ ഘട്ടത്തിലൂടെ എഴുതിയ ഒരു എഴുത്താണ്. ഇതിൽ അമ്മയ്ക്ക് വേണ്ടത് സ്വന്തം മകന്റെ കൂടെ താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ എഴുത്തിൽ എഴുതിയിട്ടുണ്ട് മകൻ മാസം 9,000
9,000 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് അനുസരിച്ച് ഒരു RDOയുടെ പരാതി കൊടുക്കുകയാണെങ്കിൽ മാക്സിമം RDക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു മന്ത്ലി ഒരു എമൗണ്ട് കൊടുത്ത് അത് മാക്സിമം 10,000 രൂപയാണ്. അത് കൊടുത്ത് അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് RDക്ക് ഇടാൻ പറ്റുന്ന ഓർഡർ. പക്ഷേ ഈ എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത് മകൻ 9,000 രൂപ എല്ലാ മാസവും അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഈ അമ്മ 5 വർഷമായിട്ട് ഏകാന്തത അനുഭവിക്കുന്നു. അവര് ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു. അവര് ഒരു കിഡ്നി പേഷ്യന്റുമാണ്. ഈ 3 വിഷമങ്ങളുള്ള അമ്മയുടെ അവസാന കാലത്ത് മക്കളുടെ സംരക്ഷണമാണ് അമ്മ ആഗ്രഹിക്കുന്നത്. ഒരു മകളെ വിവാഹം കഴിച്ചയച്ചതോടുകൂടി മകളുടെ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ ഒരു മകനെ ജോലിക്കാരനാക്കുന്നതോടുകൂടി മകന്റെ ഉത്തരവാദിത്തമോ തീരുന്നില്ല. മക്കളെ അല്ലെങ്കിൽ മകനെ ആയാലും മകളായാലും മക്കളെ ഏത് രീതിയിലാണോ ആ അമ്മ ചെറുതിലെ നോക്കി സംരക്ഷിച്ചത് അതുപോലെ തന്നെ വേണം മക്കൾ പ്രാപ്തരായി കഴിയുമ്പോൾ പ്രായമായ പാരന്റ്സിനെയും അതുപോലെ നോക്കണം. പാരന്റ്സിനെ നോക്കാനും ഒരു മനസ്സ് വേണം. ഈ എഴുത്തില് 5 വർഷമായിട്ട് അനുഭവിക്കുന്ന ഏകാന്തതയും അമ്മയുടെ അസുഖവും അമ്മയുടെ വിഷമഘട്ടങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ആ അമ്മയ്ക്ക് സമയാസമയം ആഹാരം കൊടുക്കാനോ സ്നേഹമായിട്ട് അവരോടൊന്ന് പെരുമാറാനോ അല്ലെങ്കിൽ പരിചരിക്കാനോ ആ വീട്ടിൽ ആരുമില്ല. മകൻ മാസം രൂപ കൊടുത്താൽ മാത്രം പോരാ, മക്കൾ എല്ലാവരും ആ അമ്മയെ നോക്കി സംരക്ഷിക്കണം. നോക്കി സംരക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ അടുത്ത് വരികയും അവരെ നോക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ഒക്കെ വേണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒന്നുകിൽ ഒരു ഹോം നേഴ്സിനെ കൂടെ നിർത്താനുള്ള സംവിധാനങ്ങൾ മക്കൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും കൊണ്ടുപോയി അമ്മയെ നോക്കി സംരക്ഷിക്കണം. അപ്പൊ ഈ അമ്മ അത്രയധികം ആഗ്രഹം കൊണ്ടാണല്ലോ ആ മകനെ കാണാൻ ഒന്ന് മുതിർന്നത്. ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് അമ്മ എവിടെയാണോ താമസിക്കുന്ന അവിടെയുള്ള RDOയ്ക്ക് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് ഒരു പരാതി കൊടുക്കണം. അതിൽ പരാതി കൊടുക്കുന്നത് രൂപയുടെ കാര്യം മാത്രം പറഞ്ഞിട്ടല്ല, ഈ മാസം 9,000 രൂപ അയക്കുന്നു എന്നുള്ള കാര്യം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതണം. അതിനേക്കാൾ ഉപരി ഒരു സംരക്ഷണമാണ് ആ അമ്മയ്ക്ക് ആവശ്യം. അമ്മയ്ക്ക് ആഹാരം വേണം, അമ്മയ്ക്ക് മരുന്ന് വേണം, അമ്മയ്ക്ക് ഏകാന്തത ഒഴിവാക്കി കിട്ടണം. മക്കളുടെ കൂടെ, കൊച്ചുമക്കളുടെ കൂടെ സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കണം. അത് അവരുടെ ഒരു അവകാശമാണ്. ആ അവകാശം നേടിയെടുക്കാൻ അമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് RDOയ്ക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ RDO ഈ 2 മക്കളെയും വിളിച്ചു വരുത്തി എന്താണ് അമ്മയുടെ ആവശ്യം, അമ്മയ്ക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കും, ഒന്നുകിൽ അമ്മയ്ക്കൊരു ഹോം നേഴ്സിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ അമ്മയെ അടുത്തുള്ള വൃദ്ധസദനത്തിലാക്കി അമ്മയ്ക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും ഉറപ്പുവരുത്തുകയോ ആണ് വേണ്ടത്. ഇനി അമ്മയ്ക്ക് അത് RDOയ്ക്ക് പരാതി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ താമസിക്കുന്നത് അവിടെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അവിടെ ഒരു പരാതി കൊടുത്ത് ഈ 2 മക്കളുടെ പേരും കൂടി അതിനകത്ത് വെച്ച് അവിടെ ഇരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന ജഡ്ജായിരിക്കും. ജഡ്ജി 2 മക്കളെയും വിളിച്ചു വരുത്തി അമ്മയ്ക്ക് പണം മാത്രം പോരാ, അമ്മയുടെ സംരക്ഷണവും കൂടെ ഉറപ്പുവരുത്തണം എന്ന് മക്കൾ കൂടെ സംസാരിച്ച് അതിനൊരു വ്യക്തത വരുത്തണം. എന്നെങ്കിൽ മാത്രമേ ഈ അമ്മയുടെ വയസ്സുകാലത്ത്, അമ്മയ്ക്ക് ഇപ്പൊ 70 വയസ്സായി എന്ന് പറഞ്ഞു, ഈ വയസ്സുകാലത്ത് അമ്മയുടെ ശിഷ്ടകാലം ഇനി അമ്മയ്ക്ക് സന്തോഷമായിട്ടും മക്കളുടെ സംരക്ഷണയോടും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അമ്മ എത്രയും പെട്ടെന്ന് അതിനു വേണ്ട നടപടികൾ ചെയ്യുകയും ആ എഴുത്തിൽ മക്കളുടെ പേരും കൂടെ പേരും അഡ്രസ്സും വെച്ച് മക്കൾക്ക് ഈ അതോറിറ്റിക്ക് മക്കളെ വിളിക്കേണ്ട ഒരു അവസരം സൃഷ്ടിച്ച് മക്കളെ കൂടെ വിളിച്ചു വരുത്തി അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എത്രയും വേഗം RDOയ്ക്ക് അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒരു പരാതി കൊടുത്ത് അമ്മ എത്രയും പെട്ടെന്ന് ഇതിനൊരു വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ അമ്മയുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മേരി ഇട്ടീര, നെടുമ്പാശ്ശേരിയിൽ നിന്നും. ഞാൻ 85 വയസ്സുള്ള വ്യക്തിയാണ്. നെടുമ്പാശ്ശേരിയിൽ 4-6 വസ്തു എനിക്കുണ്ട്. 2014 എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി വീട് പൊളിച്ചു പണിതപ്പോൾ ലൊക്കേഷൻ സ്കെച്ചിനു വേണ്ടി അവരുടെ വസ്തു അളക്കുകയും അതിര് നിർണയിച്ചതുമാണ്. എന്നാൽ അതിരു കെട്ടാതെ ഞങ്ങളുടെ വസ്തുവിലേക്ക് മതിൽ കയറ്റി പണിയുകയും സൺഷെയ്ഡും വാർത്തിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർക്ക് തത്സമയം പരാതി നൽകിയെങ്കിലും യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നു മാത്രമല്ല വീട്ടു നമ്പർ ഇട്ട് നൽകുകയും ചെയ്തു. ഇത് പോരാഞ്ഞിട്ട് അവർ തന്നെ ആലുവ മുൻസിഫ് കോടതിയിൽ ഒരു കേസ് ഞങ്ങൾക്കെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് അതിർത്തി പുനർ നിർണയിക്കുന്നതിനുള്ള അപേക്ഷ താലൂക്കിൽ സമർപ്പിക്കുകയും അവർ വന്ന് അളന്ന് കുറ്റിവെച്ച് തരികയും ചെയ്തു. അതിര് കെട്ടുവാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെ അയൽപക്കക്കാരൻ തടസ്സപ്പെടുത്തുകയും ചെയ്തു.
അതിനെ തുടർന്ന് അതിർത്തി പുനർനിർണയത്തിനായി ആലുവ മുൻസിഫ് കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കമ്മീഷനെ അനുവദിക്കുകയും റിപ്പോർട്ട് ഫയൽ നൽകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ്. വാദം തുടങ്ങുന്ന സമയമായപ്പോൾ എതിർകക്ഷികൾ കീഴ്ക്കോടതിയിലെ നടപടികൾക്കെതിരെ സ്റ്റേ വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ 3 വർഷത്തോളമായി സ്റ്റേ ഉണ്ട്. കോടതി അവർക്ക് സ്റ്റേ നീട്ടിക്കൊടുക്കുന്നതല്ലാതെ ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. വിധവയായ ഞാനും 62 വയസ്സുള്ള അവിവാഹിതയും മാനസിക ദൗർബല്യമുള്ള മൂത്ത മകളുമാണ് താമസിക്കുന്നത്. ഈ വസ്തുവിന് യാതൊരുവിധ അടച്ചുറപ്പും ഇല്ലാത്തതിനാൽ പേടികൊണ്ട് മറ്റൊരു മകളുടെ വീട്ടിലാണ് ഞാനും മകളും അഭയം തേടിയിരിക്കുന്നത്. ഞാനിപ്പോൾ തീർത്തും അവശയാണ്, കിടപ്പിലുമാണ്. അവരുടെ പ്രശ്നം എന്തു തന്നെയായാലും എന്റെ വസ്തുവിന്റെ അതിരുകൾ കെട്ടിപ്പൊക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിന് നിയമപരമായി എന്തെങ്കിലും തടസ്സമുണ്ടോ? കേസ് നിലനിൽക്കെ തന്നെ ഒരു താലൂക്ക് സർവേയറുടെ സഹായത്തോടെ പോലീസ് സംരക്ഷണത്തിൽ എന്റെ വസ്തുവിന് അതിര് കിട്ടുവാൻ ഒരു കോടതി ഉത്തരവ് കിട്ടുവാൻ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? താങ്കളുടെ കത്ത് വായിച്ചു കേട്ടപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിനെ സംബന്ധിച്ചാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസ് സംബന്ധിച്ച് ഒരു തീർപ്പ് അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകുക ബുദ്ധിമുട്ടാണ്. കാരണം കോടതിയുടെ വിധി അനുസരിച്ചായിരിക്കും കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഏതായാലും താങ്കൾ പ്രായമുള്ള ഒരു സ്ത്രീയും അതുപോലെ തന്നെ അവശയുമാണ് എന്നുള്ളത് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കേസ് പെട്ടെന്ന് തീർപ്പാക്കി കിട്ടുവാൻ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസ് താങ്കൾ കത്തിൽ സൂചിപ്പിച്ച പ്രകാരം താങ്കളെ കേൾക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമമാർഗമുണ്ടോ? ഇങ്ങനെയുള്ള ഒരു നിയമോപദേശത്തിനായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയെയാണ്. അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം. കത്ത് സശ്രദ്ധം വായിച്ചു. കത്ത് അയച്ചിരിക്കുന്നയാൾ അതിർത്തി നിർണയിച്ച് കിട്ടുന്നതിനും അവരുടെ അയൽവാസിയുമായിട്ട് ചേർന്ന് നടക്കുന്ന അതിർത്തി നിർണയിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആലുവ മുൻസിഫ് കോടതിയിൽ സിവിൽ കേസ് കൊടുത്തിട്ടുള്ളതായും ആ കേസ് തെളിവെടുപ്പിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അതിലെ എതിർകക്ഷികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഒരു സ്റ്റേ സമ്പാദിച്ചതായിട്ടുമാണ് പരാമർശം. ആ സ്റ്റേ 2001 നിലവിൽ വന്നതാണ്. ഇപ്പോൾ ഇതുവരെയായിട്ടും ആ സ്റ്റേ ഒഴിവാക്കി കിട്ടുവാൻ സാധിച്ചിട്ടില്ല. കേസ് നിലനിൽക്കെ തന്നെ അതിർത്തി നിർണയിച്ച് കിട്ടുമോ അല്ലെങ്കിൽ അതിർത്തി തീരുമാനിക്കപ്പെട്ട് അവിടെ ബൗണ്ടറി, അതായത് അതിർത്തി കെട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. കേസ് നിലനിൽക്കെ, അതായത് ഒരു അതിർത്തി നിർണയിക്കാനുള്ള കേസ് നിലനിൽക്കെ തന്നെ അങ്ങനെ അതിലൊരു ഇടക്കാല ഉത്തരവായിട്ട് അതിർത്തി നിർണയിച്ചു കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഒരു അന്തിമ വിധി എന്ന രീതിയിലായിരിക്കാം അതിർത്തി നിർണയിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. കാരണം അതിൽ സർവേ കമ്മീഷൻ വേണ്ടിവരും. അഡ്വക്കേറ്റ് കമ്മീഷന്റെ സഹായത്തോടുകൂടിയുള്ള ഒരു സർവേ കമ്മീഷനും തെളിവെടുപ്പും, വിശദമായ തെളിവെടുപ്പും, വില്ലേജ് സ്കെച്ച് എല്ലാം അതുപോലെ പ്രമാണങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് അതിർത്തി നിർണയിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുകയുള്ളൂ. അതൊരു അന്തിമ ഉത്തരവായിട്ടായിരിക്കാം മുൻസിഫ് കോടതി പുറപ്പെടുവിക്കുക. അതേ ഉത്തരവ് തന്നെ അല്ലെങ്കിൽ അതിർത്തി നിർണയിക്കാനുള്ള ഒരു ഉത്തരവ് ഇടക്കാല ഉത്തരവായിട്ട് പുറപ്പെടുവിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കാരണം വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിർത്തി നിർണയിച്ച് അല്ലെങ്കിൽ പുനർനിർണയിച്ച് കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ കേസ് നിലനിൽക്കെ ഒരു ഇടക്കാല ഉത്തരവ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഹൈക്കോടതിയിലും അതുപോലെ മുൻസിഫ് കോടതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ സ്റ്റേ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള വേണ്ട രീതിയിലുള്ള ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഹൈക്കോടതിയിലെ അഭിഭാഷകനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ്, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുമാത്രമാണ് ഈ കേസിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കോടതിയിൽ നിലവിലുള്ള കേസുകൾ അതിൽ നിയമവേദിയിൽ കൂടെ ഒരു വ്യക്തമായ ഉത്തരം അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം നൽകുന്നതിന് പല പരിമിതികളുമുണ്ട്. പല അഭിഭാഷകരും പല രീതിയിലാണ് നിയമ പ്രശ്നങ്ങളെ സമീപിക്കുന്നതും അതിനുള്ള അപേക്ഷകൾ തയ്യാറാക്കുന്നതും. ഇപ്പോൾ തന്നെ നിങ്ങൾ മുൻസിഫ് കോടതിയിലും അല്ലെങ്കിൽ ഹൈക്കോടതിയിലും അഭിഭാഷകരെ സമീപിച്ചിട്ടുണ്ട്. അഭിഭാഷകരെ നിങ്ങൾ കേസ് നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അവരെ വിശ്വസിച്ച് അവരുടെ പറയുന്ന അഭിപ്രായങ്ങളും അവരുടെ ഉപദേശങ്ങളും കൈക്കൊണ്ട് കേസ് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് സൗജന്യ നിയമ സേവനത്തിന് താല്പര്യമുണ്ടെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്. സഹായം നീതി MS.
നിയമവേദി. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.